ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് പോവുകയാണ്. ആരൊക്കെയുണ്ട്? നമ്മൾ രണ്ടുപേരും. നമ്മൾ രണ്ട് മാത്രം. നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മുടെ ഒരു ഒറ്റയ്ക്ക് പോണത് അല്ലേ? നമ്മൾ രണ്ടൊരു ആദ്യത്തെ സോളോ ട്രിപ്പാണ് ഗെയ്സ്. യെസ്. എങ്ങോട്ടാണ്? നമ്മൾ പറഞ്ഞുതരാം. എറണാകുളം. എറണാകുളം. യാ, പറ, ബാക്കി പറ. എറണാകുളത്ത് എന്തിനാണ് പോണത്? എറണാകുളത്ത് പോണം ഞാൻ പറഞ്ഞുതരാം. എന്തിനു? ഒന്ന് ചുമ്മാ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വരാനാണ്. ഒന്ന് ചാടാൻ പോണം. എനിക്കത് കൊതിയാവും. ഇത്രയും നാളെ ഇവിടെ നിന്ന് ബോറടിക്കും. അതുകൊണ്ട് ഇച്ചിരി നാളെ ഇവിടെ നിന്നിട്ട് എൻ്റെ നാട്ടിൽ പോകാന്ന് വിചാരിച്ചതാണ്. അവിടെ എൻ്റെ അൻസിയായും ഉമ്മിയും. അൻസിയായും ഉമ്മി രണ്ടും ഒരാളാണ് ഗൈസ്. യെസ് ചുമ്മാ അറിഞ്ഞത്. ഓക്കെ, എന്നിട്ട് പറ ഗൈസ്. അപ്പോൾ ട്രെയിനിൽ കയറി ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്, വേറെ ഒരു കുഴപ്പമില്ല, അമ്മ എൻ്റെ അടുത്ത് ഒരു കാര്യത്തിലും ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ഥലമൊക്കെ ചോദിക്കും. മൈക്കിതാ കൈ പിടിച്ചിരുന്നാൽ മതി. അത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ചോദിക്കും, എവിടെ എത്തി. അപ്പം അമ്മ എത്തി പറഞ്ഞാൽ മതി, ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി മോനേന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ ഓരോ മിനിറ്റ് വിട്ടും എവിടെ എത്തി അല്ലെങ്കിൽ എവിടെ എത്തിയെന്ന് ചോദിക്ക്. ഓക്കെ, എവിടെ എത്തിയത്? എത്തും. അത് കഴിഞ്ഞ് എവിടെ? എറണാകുളം ഞാൻ പറയുന്നത് വരെ ഇങ്ങനെ ചോദിച്ചു. കുറച്ച് നേരമായി തുടങ്ങിയിട്ട് വേറെ ഒരു ശല്യമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നിന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് സ്ഥലം കാണിച്ചു തന്നാൽ മതി, ഞാൻ പൊക്കോളാന്നൊക്കെ പറഞ്ഞു. ഒറ്റയ്ക്കൊക്കെ തന്നെ പോയി. ഗുഡ് ബോയ്, സ്മാർട്ട് ബോയ്. വേറൊരു ശല്യമില്ല. ഇടയ്ക്ക് വിശക്കുന്നെന്ന് പറയും. വേറെ വലിയ പ്രശ്നമില്ല. എന്നിട്ട് പറ, ആദ്യം പറ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഗൈസ്. ഒന്ന് ഉമ്മിയെടുത്ത് ചാടാനൊക്കെ പോകാൻ കൊതിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇനിയിപ്പോൾ പറ എന്താ വിശേഷം? വേറെ എന്താ വിശേഷം? സ്കൂൾ അടച്ചോ? യെസ്. ആദ്യത്തെ വിശേഷങ്ങളൊക്കെ പറ. സ്കൂൾ അടച്ചോ? എൻ്റെ സ്കൂള് അടച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാത്തിനും ചിലപ്പോൾ 50, 40. അന്നത്തെ ഇതിലല്ലേ മറ്റേ അന്നത്തെ പരീക്ഷയ്ക്ക് കള്ളറിഞ്ഞ് തോറ്റി 2 മാർക്ക് പോയി. അപ്പം ബാക്കി പരീക്ഷയ്ക്ക് മാത്രം ജയിച്ച്, ഒരു പരീക്ഷയ്ക്ക് തോറ്റുള്ളൂ. അതുകൊണ്ട് വേറെ പരീക്ഷയ്ക്ക് ഞാൻ ഉമ്മയുടെ പറഞ്ഞ് ജയിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് അടുത്ത UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അങ്ങനെ ആദം 3.25 ഒക്കെ കഴിഞ്ഞ് ഒരു 1-ലെത്താൻ പോവുകയാണല്ലേ? ഗൈസ്, ഞാൻ ഒന്നിലെത്തുമ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം, പറഞ്ഞുതരാം എല്ലാവർക്കും. അപ്പം നമ്മൾ ട്രെയിനിൽ നിന്ന് എറണാകുളം പോവുകയാണ്. അപ്പം ഇനി നാളെ കാണാനാണ്. നമ്മൾ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ എത്തിയിട്ട് കാണാം. ബൈ ബൈ. മമ്മി എവിടെ എത്തി? ഓക്കെ.
ഒറ്റയ്ക്ക് പോണ്ടാതെ ആണ് ഒറ്റയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുമെന്നാണ് പറയുന്നത്. ഗൈസ്, ആദത്തിന് ഇക്കിള് വെട്ടുന്നു. ഇക്കിള് വെട്ടുന്നത് ഇവിടെ കാണിച്ചു തരും. എന്താ ഇത് ബേബിയാണോ? ഒന്നും നോയിക്കോട്ടെ ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ എറണാകുളം എത്താറായിട്ടുണ്ട്. നമ്മൾ ഒരു രണ്ട് സ്ഥലം കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇറങ്ങും. പിന്നെ നമ്മൾ മെട്രോ കയറി അങ്ങ് പോകും. പിന്നെ കൂടാതെ ഇരിക്കുന്നതെന്ന് പറയട്ടാ. കണ്ട ഗൈസ്, കണ്ട മൊബൈലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈലും കണ്ടോണ്ട് ഇരിക്കുകയാണ്. എനിക്ക് മൊബൈൽ കാണണ്ടേ? ഞാൻ കണ്ടില്ലേ, ഞാൻ കണ്ട. അതാ
ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇത് പുതിയ വീഡിയോ അല്ല, ഇന്നലത്തെ ബാക്കിയാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ വളരെ സാഹസികപരമായി നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പം പിറ്റേ ദിവസമാണ്. നമുക്ക് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ വീട്ടിൽ വന്ന് ടയേർഡായി അല്ലേ, തീറ്റി കൂടി ഉറക്കമൊക്കെ ആയിപ്പോയി. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു ആദത്തിൻ്റെ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ആൻഡ് മമ്മി നല്ലപോലെ ആദത്തിനെ ടേക്ക് കെയർ ചെയ്തോ? യെസ്. എന്തെങ്കിലും കുറവും കുറ്റവും പറയാനുണ്ടോ? ഉണ്ട്. എന്താണ്? എപ്പോ പറഞ്ഞു മിണ്ടാതിരിക്കുന്നു? ഗൈസ് പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ പറയാണ്. എപ്പോഴാ മിണ്ടാതിരിക്കുന്നു പറഞ്ഞത്? എപ്പോഴാ മിണ്ടാതിരിക്കുന്നത്? അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടോ? മമ്മിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഞാനൊന്നും പറഞ്ഞൂടാ, ദേഷ്യപ്പെട്ടൂടാ, ഒന്ന് എന്ന് വെച്ചാൽ ഞാനൊന്ന് എൻ്റെ നോർമൽ ടോണാണത്. അതെൻ്റെ ദേഷ്യമല്ല, എൻ്റെ നോർമൽ ടോണാണ്. അത് അവന് പറ്റൂല. എപ്പോഴും ഞാൻ അവനോട് ഭയങ്കര പൊളൈറ്റായിട്ട് സംസാരിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും? നോ. നല്ലതായിരുന്നോ? യെസ്. എന്നെ സംബന്ധിച്ചോളം എനിക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ ഇവനെ കൊണ്ട് വന്നത്. ഐ തിങ്ക് കഴിഞ്ഞ വർഷം ഇവനും എൻ്റെ ഉമ്മായും കൂടെ നമ്മൾ ഇതേപോലെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആൾ കുറച്ചും കൂടി ചെറുപ്പമായിരുന്നു. അപ്പോൾ അന്ന് ട്രെയിനിൽ കയറി ഉടനെ തന്നെ ആൾ ഭയങ്കര കരച്ചിലും ബഹളവും ഫുൾ അലമ്പായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു അനുഭവം ഇവനെയും കൊണ്ട് വന്നിട്ടുള്ള. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ. പക്ഷെ ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഇരുന്നത്, ഭയങ്കര സ്ട്രെസ് ആവാനോ ഒന്നും നിന്നില്ല. ഞാൻ അത്രയും 4 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. നല്ല കുട്ടിയായിരുന്നു, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ല കുട്ടിയായിരുന്നു. ആൻഡ് എന്നെ കൊണ്ട് നന്നായിട്ടത് മാനേജ് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചതിനെ കാട്ടി നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. കുറച്ച് എനിക്ക് ഇത്രയും ക്ഷമയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. സോ ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ദാറ്റ്സ് ദ ഫസ്റ്റ് ജേണി. അതായിരുന്നു എൻ്റെയും ആദത്തിൻ്റെയും ആദ്യത്തെ ട്രിപ്പ് അല്ലേ ആദം? അപ്പോൾ ഇനി മമ്മിയുടെ ട്രിപ്പൊക്കെ വരാം അല്ലേ, ധൈര്യമായിട്ട് പോവല്ലേ? അതെ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് പിണങ്ങിയായിരുന്നു. എത്താറായ സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു സീറ്റിൽ ഇരുന്ന ഒരാൾ ബാഗ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒന്ന് മാറാൻ പറഞ്ഞു. അത്യാവശ്യത്തിൽ വലിപ്പമുള്ള ഒരാൾ. അപ്പം ഞാൻ ചേച്ചിന്ന് അപ്പം ഞാൻ എന്നെ ചേച്ചിന്നുള്ളു. അപ്പം ഞാൻ ഇങ്ങനെ അന്ന് വിളിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇവൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ നിന്നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ അവരെന്നെ ചേച്ചിന്ന് വിളിച്ചത്. എൻ്റെ മോനാണെന്ന് വിചാരിച്ചിട്ടാണ്, എനിക്ക് ഇത്രയും വലിയ മോനാകുമ്പോൾ എനിക്ക് അത്രയും പ്രായം കാണുമെന്ന് വെച്ചാണ് എന്നെ അവർ ചേച്ചിന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. അതിനിപ്പോൾ എന്ത് ചേച്ചിന്നല്ലേ വിളിച്ചുള്ളൂ, അവരങ്ങനെ ചേച്ചിന്ന് വിളിച്ചതിന് ഞാൻ എന്ത് വേണമെന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ എന്നോട് പിണങ്ങി. മിണ്ടിയില്ല ഗൈസ്, എന്നോട് മിണ്ടാതിരുന്നു. ഇനി എൻ്റെ അടുത്ത് എന്തിനു ദേഷ്യപ്പെടുന്നതെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞടാ കുഴപ്പമില്ല, എൻ്റെ മോനാണെന്ന് എനിക്ക് പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല, മമ്മി അത് തമാശയ്ക്ക് പറഞ്ഞതാണ്, എവിടെ കേൾക്കാം. പിന്നെ മെട്രോയെ കണ്ടപ്പോഴാണ് അതങ്ങ് മറന്നുപോയി പിന്നെ മിണ്ടിയത്. അതായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ അതായത് ഒന്നും പറഞ്ഞൂടാ, ആള് കുറച്ച് സെൻസിറ്റീവാണ്. ആളെ നമ്മളിങ്ങനെ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ്, പ്രിൻസസ് അല്ലല്ലോ, ഒരു പ്രിൻസ് ട്രീറ്റ്മെൻറ്റിൽ കൊണ്ട് നടക്കണം എപ്പോഴും. അതാണ് വേണ്ടത്. എങ്കിൽ ആൾ ഭയങ്കര നൈസാണ്, അല്ലെങ്കിൽ ആൾ ഭയങ്കര പിണങ്ങും. ചോദിച്ചാ? ഓക്കെ ഗൈസ്, ദാറ്റ്സ് എ വീഡിയോ. ആൻഡ് ആദം വലുതാകുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അതിന് നല്ലൊരു അനുഭവമായിരിക്കും. അതിങ്ങനെയായിരുന്നു നമ്മളെയൊക്കെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഉമ്മായും അപ്പായൊക്കെ നമ്മളങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞ അറിവല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനതൊക്കെ ലൈവായിട്ട് കാണാം. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് എ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആൻഡ് കമൻറ്റ് യുവർ ഫീഡ്ബാക്ക്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.